ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ മിഷ്യൻ്റെ ഇരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുത്തത്. ഇന്നലെ ഒരു പാടും ബ്ലൗസും ഞാൻ പാവാട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ തയ്ക്കാൻ നോക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അത് കേട്ടാൽ മതി. എനിക്ക് നൂല് ചുറ്റട്ടെ. എളുപ്പത്തിൽ ചുറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നത്. ഇടാൻ മറത്തി വെച്ചിട്ട് ചുറ്റാം, പക്ഷെ അത് കുറച്ച് ലേറ്റാവും. പുറത്തൊരു വണ്ടി ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കുന്ന വെച്ചാൽ അതിപ്പോൾ പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ടെങ്കിലേ എൻ്റെ അടുത്തേക്ക് വിട്ടെന്ന് വിളിയിട്ടോ, ഞാൻ തയ്ച്ചു തരണ്ട്. തയ്ച്ച് തരേണ്ടി പറഞ്ഞാൽ ഞാനിവിടെ മധുരയിലാണെന്നുള്ളൂ. പിന്നെന്താ, തയ്ച്ചിട്ട് കാശ് തരണേ. എന്താണെന്നറിയോ, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ കുറച്ച് കാശ് കമ്മിയാണെന്ന്. അതാണ്. അപ്പോൾ ഞാനൊരു വീട്ടിൽ തയ്ക്കാനേ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഷോപ്പ് എടുക്കാമെന്ന്. അങ്ങനെ ആ തീരുമാനത്തിലായിട്ട് ഷോപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബുധനാഴ്ച അവിടേക്ക് ഈ മെഷീനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇനി കടയിലിരുന്നിട്ട് തയ്ക്കും. ഓക്കെ. എന്തായാലും നമുക്കൊരു വർക്ക് വേണം. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു പണി, അത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങി, എന്താണ് എനിക്കത് വാങ്ങണം, എനിക്കിത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു സ്വഭാവത്തിന്, ആ ഒരു കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ സ്വയം നമ്മളെ ഇതിൽ തൻ്റെ അടുത്തോട് കൂടി നിൽക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പോ, ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റും. അത് ശരി, നൂല് പൊട്ടിപ്പോയി. ഫസ്റ്റ് തന്നെ നൂല് പൊട്ടി. അപ്പം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ജോലി വേറെ, ജീവിതം വേറെ. ജോലി ചെയ്തിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് പോലും നമുക്ക് ഒരു താങ്ങും വേണമല്ലോ, അത് വേറെ കാര്യമല്ലേ. അപ്പോൾ അല്ല, ചിലവർ ചോദിക്കുന്ന പിന്നെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, എന്തിനാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കും. ഇല്ലേ, ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇടങ്ങേറ് പിടിച്ച് ചോദിക്കുന്ന ആൾക്കാരോടുള്ള മറുപടിയാണിത്. നമുക്ക് താങ്ങും തണലായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. അതിനാണ് ജീവിതത്തിലൊരു പങ്കാളി വേണമെന്ന് പറയുന്നത്. അത് ജീവിച്ച് തുടങ്ങിയവർക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും മറ്റുള്ളവരുടെ വിഷമങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എന്താണ് എന്നുള്ളത്.
മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ മനസ്സിലാക്കിയാലും ചിലവർക്കൊക്കെ ഒരു ഇതുണ്ട്, പുച്ഛഭാവമുണ്ട്. ആ പുച്ഛഭാവത്തിനുള്ള മറുപടി ദൈവം അവർക്ക് കൊടുക്കുമ്പോൾ പഠിച്ചോളൂ. പുച്ഛിക്കുന്നവരെ മുന്നിൽ നമ്മൾ നിന്ന് കൊടുക്കണ്ട. വെറുതെ എന്തിനാണ്? പുച്ഛിക്കുന്നവരവിടെ പുച്ഛിച്ചോട്ടെ, നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കുക. ആരും നമ്മൾ അടിമകളൊന്നല്ല അല്ലേ? ആരും നമ്മൾ അടിമകളൊന്നല്ല. നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത്. പിന്നെ ആർക്കും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ പാവാട അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ആ കുട്ടിക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ അടിച്ചു കൊടുത്ത ഒരു പാവാട ബ്ലൗസും സാരി മുറിച്ചിട്ട് തന്നെ അടിച്ചു കൊടുത്ത പാവാട ബ്ലൗസും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അതിന് രണ്ടാമത് ഒരു പാവാട ബ്ലൗസും കൂടി വേണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, വരെ എന്താണെന്ന് പറഞ്ഞാൽ പാവടല്ലേ അരവണ്ണം കുറച്ച് ചെറുതായോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒന്ന് അളവെടുത്ത് നോക്കിയതാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മളത് സംശയം വെച്ചിട്ട് അടിക്കണ്ട. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിന്ന് തുന്നയച്ചിട്ട് മടക്കി അടിച്ചതിൽ കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കുക. അത്രയും കണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെന്താ ഗേസ്, ഞാൻ ചായ കുടിച്ചു. ഉപ്പുമാവായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും കാപ്പിയും കുടിച്ചു. ഉച്ചക്കത്തെ പണിയൊന്നും നോക്കിയിട്ടില്ല. ഉച്ചക്കത്തെ പണി നോക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഒക്കെ വരുന്നു. ഞങ്ങൾക്ക് ഇന്നലൊരു ഫങ്ഷന് പോകാറുണ്ടായിരുന്നേ. ഏട്ടൻ്റെ ജോലി സ്ഥലത്തുള്ള സ്നേഹിതൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയം. ക്രിസ്ത്യൻസാണ് കേട്ടോ അവർ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് അവർ ക്രിസ്ത്യൻസിൻ്റെ നിശ്ചയത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം അതിന് പങ്കെടുത്ത് നോക്കുമ്പോൾ രാത്രി 9:30-10 മണിയാവാനായി ഞങ്ങളിവിടെ എത്തുമ്പോൾ കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ പോയിട്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഫുഡ് നല്ലോണം ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു. എന്നാൽ സാധാരണ ചോറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ബിരിയാണി പോലെ അല്ല, ഇവിടുത്തെ ബിരിയാണി വേറൊരു ടേസ്റ്റാണ്. അപ്പം നോക്കുമ്പോൾ എന്താണ്, ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഏട്ടൻ വീണ്ടും കൊണ്ടുപോയിട്ട് ഏട്ടൻ, അതായത് നമ്മൾ അവിടെ ഒരു തുറന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ അവിടെ സെറ്റാക്കിയത്. കസേരയും
ഇതൊക്കെ ഇട്ടിട്ട് തുറന്ന സ്ഥലത്തിരുന്നു. അപ്പോൾ അവിടെ ഓരോരുത്തർക്ക് സീറ്റ് കിട്ടിക്കണേ, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾ അപ്പോഴത്തേക്ക് തിരക്കായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്താക്കി, താഴെ ഇരുന്നിട്ടാണ് തിന്നത്. താഴെ ഇരുന്ന് തിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കാലൊന്നും മടങ്ങൂല, അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കില്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. മറ്റേ ചില ഇരുന്ന് ഞാൻ എങ്ങനെയൊക്കെയോ തിന്നതിനിടയ്ക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെയും പോയി വാങ്ങി വന്നിട്ടോ കുറച്ച്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഞാൻ തിന്ന് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു വേഗം നിന്നിട്ട് വേണം, ഞാൻ ഒറ്റ വഴിക്ക് പോയിട്ട് വാങ്ങിയിട്ട് പോയി വന്ന്. അത് കുറച്ചേ ഒരു വിളമ്പുന്നുള്ളൂ, അത് വേണമല്ലോ പറയാൻ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് അത് തിന്ന് ഇതാക്കിയപ്പം വീണ്ടും വേണം കുറച്ചും കൂടി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ വാങ്ങിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ. പക്ഷേ സമ്മതിക്കണില്ല. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ പ്ലേറ്റിലേക്ക് പിന്നീട്. അങ്ങനെ കേസ് ഞാൻ തിന്ന് വയറ് നിറഞ്ഞിട്ട് എനിക്കുണ്ടല്ലോ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതാണ് പറഞ്ഞു വന്നത്. ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ വന്ന്. അപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക, അതിനുള്ള ദോമ വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് എല്ലാം കുടിച്ച് എന്നിട്ടൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല. ലാസ്റ്റ് എനിക്ക് ഉറക്കം ശരിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു ഇന്നലെ. അതാണ് വെറുതെ കിട്ടുന്നതാണെങ്കിൽ ഇത്ര വാരി വരിച്ച് തിന്നരുത് എന്നുള്ളതിന് ഉദാഹരണമാണത്. എന്താ ചെയ്യുക, അങ്ങനെ തിന്നുപോയി. എനിക്കാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, അധികം മെഴുക്കുകൾ കഴിക്കാൻ പാടില്ല. പക്ഷെ ചില സമയത്തൊക്കെ നമ്മളങ്ങനെ നമ്മളെ വയറിതാവാണ്ട് കഴിച്ചുപോലോ. അതെനിക്ക് നല്ലോണം എനിക്ക് എഫക്റ്റ് കിട്ടി ഇന്നലെ. അപ്പോൾ കണ്ടപ്പോൾ ഏട്ടനും ബേജാറായി, അയ്യോ പാവം ഇതിനെ തീറ്റിക്കേണ്ടില്ലേ ഇനി അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും ഇന്നലെ. അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് ഞങ്ങളിവിടേക്ക് വന്നു. പോകുമ്പോൾ മഴക്കാറും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് അതൊക്കെ മാറി, മഴയൊന്നും പെയ്തിട്ടില്ല. സ്വസ്ഥമായിട്ട് പോയി. നല്ല അടിപൊളി സ്ഥലം. അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. ഒരു എന്താ പറയുക, ഒരു ശാന്തത ഉള്ളൊരു സ്ഥലം. നമുക്കൊരു ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമുക്കൊരു ഇഷ്ടം തോന്നില്ല, അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ളൊരു സ്ഥലം. അങ്ങനെ എന്തിനു പറയുന്ന ഗേസ്, ഞങ്ങളങ്ങനെ ചെക്കൻ്റെ നിശ്ചയത്തിന് പോയി. ഇനി സംസാരിച്ചാൽ ശരിയാവില്ല, എന്താ പറയുക, ഇത് ചുരുക്ക് പിടിക്കുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ ഓഫാക്കിക്കോട്ടെ. ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.